വീണ്ടും ഇന്ത്യ പാക് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, തുടരുക തന്നെ ചെയ്യും, ഇന്ത്യ ഏത് നിമിഷവും സജ്ജമാണ് എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ ഇതാ ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നില് പാക് സേനാ മേധാവി അസീം മുനീർ ഒരു ലോകത്തെ മുഴുവൻ നടുക്കുന്ന തരത്തിലൊരു പ്രസ്താവന അങ്ങ് നടത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പാതി രാജ്യങ്ങളുമായിട്ടായിരിക്കും ഞങ്ങൾ പോവുക. ഞങ്ങൾ ഇന്ത്യയോട് മാത്രമല്ല എതിരിടാൻ പോകുന്നത്, ലോകത്തിലുള്ള പകുതി രാജ്യങ്ങളെയും ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും. അത്തരത്തിലുള്ള ആയുധ ശേഖരങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ള തരത്തിലാണ് അസീം മുനീറിൻ്റെ പ്രസ്താവന. ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു അസീം മുനീറിൻ്റെ പ്രതികരണം തന്നെ. അസീം മുനീർ ഇങ്ങനെ പറയുമ്പോൾ അതും അമേരിക്കയിൽ വെച്ച് നടന്ന അത്താഴ വിരുന്നില്ല. അവിടുത്തെ മണ്ണിൽ പോയി നിന്ന് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പാക് സേനാ മേധാവി പറയണമെങ്കിൽ ആരുടെ പിൻബലമാണ്? അസീം മുനീറിന്റെ വാക്കുകളിൽ ആരുടെ കരുത്താണ്? കൃത്യമായിട്ട് ഏവർക്കും മനസ്സിലാകുന്നതാണ്, ഇതിനകത്ത് ട്രംപിന്റെ നീക്കം തന്നെയാണ് നടന്നിട്ടുള്ളത്. ട്രംപ് ഇന്ത്യയോട് ഒരു അകൽച്ച പാലിച്ചു നിൽക്കുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് കുതിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്ക് ട്രംപും മറ്റുള്ള ചില രാജ്യങ്ങളും മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനോട് ചേർന്ന് നിന്നുകൊണ്ട് അസീം മുനീറിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത് സേനയാണ്. അവിടെ എല്ലായിടത്തും ഓരോ രാജ്യമുണ്ട്, പക്ഷേ ഈ പട്ടാളം ഭരിക്കുന്ന ഒരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണെന്ന് ഏവർക്കും അറിയാം. പാകിസ്ഥാൻ ഭീകരതയുടെ ഉറവിടമാണ്, ഭീകരതയുടെ കേന്ദ്രമാണ്, ഭീകരതയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഇടമാണ്. ലോകത്തെവിടെയെങ്കിലും ഭീകരാക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാകിസ്ഥാന്റെ കയ്യൊപ്പുണ്ട്. ഈ വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇത്തരത്തില് ഈ അസീം മുനീർ ഈ പ്രസ്താവന നടത്തുമ്പോൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നാണ് അസീം മുനീറിന്റെ മുന്നറിയിപ്പ്. ഇനി ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സേനയുടെ മേധാവി പറയുന്നുണ്ട്, ഏത് സമയത്തും ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. അത് വരുമ്പോൾ ഇന്ത്യയിലെ സേന മാത്രമല്ല നേരിടാൻ പോകുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം പാകിസ്ഥാനെ നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇക്കഴിഞ്ഞ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ തകർത്തതിൻ്റെ യഥാർത്ഥ തെളിവുകളുമായിട്ടാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ, MP-മാരുൾപ്പെടെയുള്ളവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംഘങ്ങളായി തിരിഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയത്. അതും തക്കതായ തെളിവുകളോടുകൂടിയാണ്. മുൻകാലങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ തെളിവ് കാണിക്കൂ എന്നുള്ള രീതിയിൽ. തെളിവുണ്ടായിരുന്നു, തെളിവ് നൽകുമ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല.
അങ്ങനെ വരുമ്പോഴാണ് ഇക്കുറി തെളിവുകൾ സഹിതം തയ്യാറെടുത്തുകൊണ്ട് തന്നെ ലോകത്ത് കാര്യങ്ങൾ വിശദീകരിച്ചത്. അസീം മുനീർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ത്യ ഈ സിന്ധു നദീതട ഈ കരാറിലെ അവിടെ അണക്കെട്ട് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് കാത്തിരിക്കും. എല്ലാം പൂർത്തിയായതിനു ശേഷം 10 മിസൈൽ കൊണ്ടത് തകർക്കുമെന്നാണ് അസീം മുനീറിന്റെ പ്രഖ്യാപനം. ഇവർ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളോട് എതിരിടാൻ വേണ്ടി മിസൈലുകൾ അയച്ചു എന്ന് പറയുന്നു. അത് നമ്മുടെ രാജ്യത്തേക്കെങ്ങും വന്നിട്ടില്ല. അവർക്ക് അതിൻ്റെ ദിശ പോലും തെറ്റി എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവരാണ് നമ്മൾ അണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ 10 മിസൈൽ കൊണ്ട് അത് തകർക്കും എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യ ഇവരുടെ ഈ ഇത്തരത്തിലുള്ള വർത്തമാനത്തെ ഗൗരവമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവരെ അവസരം കിട്ടുന്ന അവസരത്തിൽ ആക്രമണം നടത്തും എന്ന് കൃത്യമായിട്ട് ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സേനയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് തക്കതായ മറുപടിയും കൊടുത്തു. രാജ്യത്തോടെ തന്നെ നമ്മുടെ സേനയുടെ മേധാവി പറയുകയും ചെയ്തു, നമ്മൾ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത്, പാകിസ്ഥാന്റെ ഏതൊരാക്രമണത്തെയും നേരിടാൻ നമ്മൾ തയ്യാറാണ് എന്ന് പറയുന്നത്. അതാണ് നേരത്തെ രാജ്നാഥ് സിംഗ് തന്നെ പാർലമെന്റിൽ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന്. കാരണം പാകിസ്ഥാൻ എന്നായിരിക്കുമോ ഈ ഭീകരാക്രമണം മതിയാക്കി ആയുധങ്ങൾ താഴെ വയ്ക്കുന്നത്, പാകിസ്ഥാൻ ഒരിക്കലും അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് അവരുടെ ഒരു കുലത്തൊഴിലായി തീർന്നിരിക്കുന്നതാണ്. രാജ്യം സമ്പദ് വ്യവസ്ഥയിലോ അവരുടെ ആരോഗ്യസ്ഥിതിയിലോ വിദ്യാഭ്യാസ സ്ഥിതിയിലോ ജീവിത നിലവാരത്തിലോ എത്ര താഴേക്ക് പോയാലും അവിടുത്തെ ഭരണാധികാരികൾക്കോ സേനയ്ക്കോ അക്കാര്യത്തിൽ യാതൊരു ദയയും ഇല്ല. മറിച്ച് അവർ ഭീകരാക്രമണത്തെ വളർത്തുക, ഭീകരരെ വളർത്തുക, അവരെ പാലൂട്ടി വളർത്തുക, അതിനുവേണ്ടി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലോകത്തെ പട്ടിണി രാജ്യങ്ങളിൽ ഒന്നായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മുമ്പൊരു കാലത്ത് അവിടെ അവർക്ക് പ്രളയം ഉണ്ടായി. അതുപോലെ തന്നെ പിന്നീട് അതിലൂടെ അവർക്ക് വലിയ അവരുടെ സാമ്പത്തിക സ്ഥിതി തന്നെ തകർന്നു. പെട്രോളിനും മറ്റുമൊക്കെ ഭീകരമായ തരത്തിൽ വിലവർധനമുണ്ടായി. പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കാതെയാകുന്നു. ജീവിതം തന്നെ താറുമാറാകുകയൊക്കെ ചെയ്തു. ആ അവസരത്തിൽ അവിടെ നിന്ന് ചെറുപ്പക്കാർ പോലും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അയൽ രാജ്യമായ ഇന്ത്യയിലെ നരേന്ദ്രമോദിയോട് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ജനകീയ മുന്നേറ്റം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പാകിസ്ഥാന്റെ ഈ സേനയുടെ ഭരണം എല്ലാറ്റിനെയും അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന ജനതയും അവരുടെ ഇടയിൽ വളർന്നു വരുന്ന ഭീകരതയുമാണ് ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അവരാണ് ലോകത്തിന് തന്നെ ഈ ലോകത്തെവിടെയും ഭീകരത വിളമ്പുന്നത്. അവരെ അമർച്ച ചെയ്യാനായിട്ട് ഇന്ത്യ എല്ലാ തരത്തിലുള്ള കരുത്തോടും കൂടിയാണ് നിരന്നു നിൽക്കുന്നത്.